കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ പോലീസ് ആദ്യ കുറ്റപത്രം നൽകിയെന്നതാണ് ഗുഡ് ഈവനിംഗ് കേരളത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമാണ് കണ്ടത്. പിണറായി വിജയൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് ഇതിനോട് ചേർക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പേരിൽ തുടങ്ങുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ്. നേരത്തെ കോടിയേരിയുടെ പേരുമായി കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായ കേസിനെ ചേർത്ത് വച്ചതുമായി ചില മാധ്യമങ്ങൾ അതിനെ താരതമ്യം ചെയ്തു. അങ്ങനെയല്ല ഈ കേസ് എന്ന് അതിൻ്റെ വ്യത്യസ്തതയൊക്കെ പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോൾ കരുവന്നൂരിലേക്ക് വന്നാൽ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ പോലീസ് ആദ്യത്തെ കുറ്റപത്രം നൽകിയിരിക്കുകയാണ്. ശേഷിക്കുന്ന 19 കേസുകളിൽ 3 മാസത്തിനകം കുറ്റപത്രം നൽകാമെന്നും പോലീസ്. കേസിൽ CPM നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. കേസിൽ ആരെയെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ നടപടി ഉണ്ടാകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബിനിലാണ് വിവരങ്ങളുമായി. ബിനിൽ, കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ പോലീസ് ആദ്യ കുറ്റപത്രം നൽകി എന്ന സുപ്രധാനമായൊരു വാർത്തയാണ്. ആ കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം എന്തടക്കമുള്ളത് അറിയാനുള്ള ആകാംക്ഷ പൊതുസമൂഹത്തിനുണ്ട്. കരുവന്നൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പല ഘട്ടങ്ങളിൽ കേരളമാകെ ചർച്ച ചെയ്തതുമാണ്. എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയും? രതീഷെ, ഹൈക്കോടതി കണ്ണുരുട്ടിയതോടുകൂടിയാണ് പോലീസ് കരുവന്നൂർ കേസിൽ 4 വർഷത്തിന് ശേഷം ആദ്യ കുറ്റപത്രവുമായി കോടതിയിലെത്തിയിരിക്കുന്നത്. ആ കുറ്റപത്രത്തിനുള്ളിലുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം പോയിട്ടില്ല. അക്കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഈ ഭരണസമിതി അംഗങ്ങളുമായി ബന്ധപ്പെട്ടവർക്കെതിരെയാണ് ഇപ്പോൾ ഈ കുറ്റപത്രം എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കുറ്റപത്രത്തിന്റെ പകർപ്പ് പുറത്തേക്ക് വരുമ്പോൾ മാത്രമായിരിക്കും ഏത് ദിശയിലൊക്കെയാണ് ഈ അന്വേഷണം പോയിരിക്കുന്നത് എന്ന് വ്യക്തമാകുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, അതിൽ രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ഇവിടെ കോടതി കൃത്യമായ മുന്നറിയിപ്പ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയിരിക്കുന്നു. ഡിവൈഎസ്പി ബാലകൃഷ്ണൻ ഇന്ന് നേരിട്ട് ഹാജരായിരുന്നു. ബാലകൃഷ്ണനെ കോടതിക്ക് മുന്നിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ജസ്റ്റിസ് DK സിൻഹ പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞത്, നിങ്ങൾ ഈ കാര്യത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അതിന് നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും, നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഈ കോടതി ഉത്തരവിറക്കും എന്നാണ് ഡിവൈഎസ്പി ബാലകൃഷ്ണ ഹൈക്കോടതി ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിലും അതോടൊപ്പം തന്നെ അവരുടെ ECIRലും ഇന്നവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും നിരവധി CPM നേതാക്കളുടെ പേരുകളുണ്ട്. അവർ എങ്ങനെയാണ് ഹൈക്കോടതി പറയുന്നുണ്ട്. അതിലേക്കാണ് വരുന്നത്. ആ റിപ്പോർട്ടിലുള്ള CPM നേതാക്കളുടെ പങ്ക് കൂടി അന്വേഷിക്കണമെന്ന് ഇപ്പോൾ ഹൈക്കോടതി ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അത് അന്വേഷിക്കുമ്പോൾ മുൻമന്ത്രി AC മൊയ്തീൻ അടക്കമുള്ള പ്രധാനപ്പെട്ട CPM നേതാക്കളിലേക്ക് പോലീസിന്റെ അന്വേഷണം കൂടി പോകും. പോലീസ് ഈ CPM നേതാക്കളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അത് വേണ്ട എന്ന കൃത്യമായ സന്ദേശമാണ് ഇന്ന് കോടതി നൽകിയത്. നിങ്ങൾ ആരെയെങ്കിലും ഇതിൽ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിന്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഡിവൈഎസ്പിക്ക് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി 19 കേസുകൾ കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ 19 കേസുകളിൽ ജൂലൈക്കകം കുറ്റപത്രം നൽകിയിരിക്കണം എന്നുകൂടി കോടതി പറഞ്ഞിരിക്കുന്നു. 3 മാസം സമയമാണ് പോലീസ് ആവശ്യപ്പെട്ടത്. ജൂലൈ വരെ സമയം നൽകിയിരിക്കുന്നു. ജൂലൈ മാസത്തിൽ ഈ കേസ് കോടതി വീണ്ടും പരിഗണിക്കും. അപ്പോൾ കൃത്യമായ നടപടികൾ കോടതിക്ക് മുമ്പാകെ അറിയിക്കേണ്ടി വരും. അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കളുടെ പങ്കടക്കം അന്വേഷിക്കേണ്ടി വരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ അന്തിമ കുറ്റപത്രം ഈ മാസം അവസാനം നൽകാൻ പോവുകയാണ്. അപ്പോഴും 4 വർഷമായി സംസ്ഥാന പോലീസ് ഈ കരുവന്നൂർ കേസിൽ അന്വേഷണം എങ്ങും എത്തിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിൽ ഹൈക്കോടതി ഇടപെട്ടതോടുകൂടിയാണ് ഇപ്പോൾ ആദ്യ കുറ്റപത്രം വന്നിരിക്കുന്നത്. ഇതിന്റെ നിയമപരമായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത്, ഈ പോലീസിന്റെ കേസിലെ വിചാരണ പൂർത്തിയായാൽ മാത്രമേ EDയുടെ കേസിലെ വിചാരണ തുടങ്ങാൻ കഴിയൂ. കാരണം ഇതിന്റെ പോലീസ് കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ മാത്രമാണ് PMLA പ്രകാരമുള്ള കുറ്റം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്രമങ്ങൾ വളരെ ഏറെക്കാലം നീണ്ടുപോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പോലീസിന്റെ അന്വേഷണം അത് 4 വർഷമായി കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താതെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് CPM നേതാക്കളുടെ ഉൾപ്പെടെ പങ്ക് എന്താണ് എന്ന ചോദ്യം, സുപ്രധാനമായ ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കേസിന്റെയൊക്കെ ഭാവി എന്താകും, എത്ര വർഷമെടുക്കും എന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ്, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഏജൻസി അന്വേഷിക്കുന്ന കേസ്, കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന കേസ്, അക്കാര്യത്തിൽ നമ്മൾ മുൻവിധിയോടുകൂടി ഒരു തീർപ്പിലേക്ക് എത്തുന്നു എന്നതുകൊണ്ട് അത് പറയേണ്ടതില്ല. പക്ഷേ എന്താകുമെന്ന് എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ.